ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനം വരുന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ കേരളത്തിനൊരു താൽക്കാലിക ആശ്വാസം. വെട്ടിക്കുറച്ച കടപരിധിയിൽ 3240 കോടി രൂപ കേന്ദ്രം ഈ വർഷത്തേക്ക് ഒഴിവാക്കിയിരിക്കുന്നുവെന്നതാണ്. കടമെടുപ്പ് പ്രതിസന്ധി കേരളം ഉന്നയിച്ചതിനാലാണ് താൽക്കാലികമായ ഇളവ്. അടുത്ത വർഷത്തെ കടപരിധിയിൽ ഒഴിവാക്കിയ കടം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇതൊരു ശാശ്വതമായൊരു പരിഹാരം സാധ്യമാണോ? അതോ അടുത്ത വർഷം വീണ്ടും ഇതേ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമോ? ദിവിഷ്, ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ചെറിയൊരു ആശ്വാസം, അതായത് 3140 കോടി രൂപ ഇപ്പോൾ കടമെടുക്കാൻ കേരളത്തിന് കഴിയുമെന്നതാണ്. പക്ഷേ അടുത്ത വർഷത്തെ കടപരിധിയിലും ഇതുപോലെ തന്നെ ഈ 3140 കോടി രൂപയുടെ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തത് കൂടി അടുത്ത വർഷത്തേക്ക് കൂടി ഉൾപ്പെടുമ്പോൾ അത് ഇരട്ടിയായി ആ കടപരിധിയിൽ ഒരു കുറവ് വരും. അതിപ്പോൾ സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ക്രിസ്മസിന് മുമ്പ് ക്ഷേമ പെൻഷൻ കൊടുക്കണം. അതിനായി 2000 കോടി രൂപ അടിയന്തരമായി കടമെടുക്കാൻ സംസ്ഥാനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽ ഈ കുറവ് വരുത്തിയത് സർക്കാരിന് ആശ്വാസകരമാണ്. ഉടൻ തന്നെ കടമെടുക്കുകയും ചെയ്യും. പ്രധാനമായും ഇത് എന്തുകൊണ്ട് ഈ കേന്ദ്രം ഈ ലിമിറ്റ് വെച്ചു എന്നതാണ്, അല്ലെങ്കിൽ കടപരിധിയിൽ വെട്ടിക്കുറച്ചു എന്നാണ് ഈ കിഫ്ബി വഴി എടുത്തതും ഒപ്പം തന്നെ സാമൂഹിക സുരക്ഷാ കമ്പനി, പെൻഷൻ കമ്പനി എടുത്ത കടപരിധി അത് കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തതിലൂടെ 12000 കോടിയുടെ കുറവാണ് വരുത്തിയിരുന്നത്. അതിലാണ് ഒരു വർഷം 3140 കോടി രൂപ എന്ന ഒരു കുറവ് വരുന്നത്. ഈ കുറവിനാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എല്ലാം കത്തിടപാടിലൂടെ നിരന്തരം നേരിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ കൂടി ഫലമായാണ് ഇപ്പോൾ ഈ ഒരു കുറവ് വരുത്തിയിരിക്കുന്നത്. ഇത് ഏത് സമയത്തേക്ക് ഇതിൻ്റെ ഒരു ഗുണഫലം? ഈ ഡിസംബർ ആണല്ലോ ഇനി വലിയൊരു ചെലവിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിലേക്ക് സർക്കാർ എന്താണ് സർക്കാർ പ്ലാൻ ചെയ്യുന്നത്? ഇതിൽ മാത്രം പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലോ. ദിവിഷ്, ഈ അവസാന 3 മാസം, അതായത് ഇനി 3 മാസമാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനുള്ളത്. 3800 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നത്. അപ്പോൾ അതിൽ 2000 കോടി രൂപ ഇപ്പോൾ കടമെടുത്താൽ പിന്നെ വളരെ തുച്ഛമായ 1800 കോടി രൂപ മാത്രമേ പിന്നെ സംസ്ഥാനത്തിന് ഈ 3 മാസത്തേക്ക് കടമെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 3000 കോടി രൂപ കൂടി അധികമായി കടമെടുക്കാൻ പരിധി നീട്ടിയതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനം വരെ പിടിച്ചു നിൽക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും.